ഹായ്, എസ് പി ഉള്ളതാണ്. നമ്മുടെ നാട്ടിലെ ചില സ്വയം പ്രഖ്യാപിത മിടുക്കന്മാരും മിടുക്കികളുമുണ്ട്. അവർ സ്വയം കരുതുകയാണ്, ഞങ്ങൾ ഈ സമൂഹത്തിലെ ഏറ്റവും മിടുക്കന്മാരാണ്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കൃത്യം. അതായത് നമ്മുടെ ലോജിക്ക് വെച്ച് ആലോചിക്കുമ്പോൾ, കാര്യം നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും ലോജിക്ക് ഉണ്ടാകണമെന്നില്ല. ചിലർക്ക് സിനിമാറ്റിക് മൈൻഡാണ്. ആ സിനിമയിൽ കാണുന്നതെല്ലാം റിയാലിറ്റിയാണ്. ആ സ്റ്റൈലിലും ഭാവത്തിലുമാണ് നമ്മൾ ഇടപെടേണ്ടത്. ആ ഇടപെടുന്നതാണ് ഹീറോയിസം എന്ന് കരുതുന്ന ചില മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലുള്ളവർ. അങ്ങനെയുള്ള രണ്ട് പേർ ഇന്നലെ ഒരേ ചാനൽ ചർച്ചയിൽ വരുന്ന കാണാനിടയായി. ഒരാൾ ആരാണെന്ന് പറയേണ്ട, സ്വയം മിടുക്കിയും എന്ത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും 10 പൈസയുടെ ബോധമില്ലാതെ അതിനെക്കുറിച്ച് ചോദ്യമെന്ന പേരിൽ വിവരക്കേടുകൾ അടിച്ചുവിടുന്ന കേരളത്തിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള സ്മൃതി പരുത്തിക്കാട്. അതിനോടൊപ്പം ഇപ്പോൾ ഈ ജോസഫ് അലക്സ് എന്ന് പറയുന്ന ഒരു IAS കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മമ്മൂട്ടിയുടെ ദ കിങ് എന്ന് പറയുന്ന സിനിമയിലെ അതേപോലത്തെ ഒരു ജോസഫ് അലക്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന B അശോകൻ. അതായത് വർത്തമാനവും ശൈലിയും കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ നമ്മൾ അച്ചടിച്ച ഭാഷയിൽ സംസാരിച്ച് ഡയലോഗ് കാച്ചിയാൽ ഇവരൊക്കെ എന്തോ വലിയ മഹാന്മാരാണെന്ന് നമ്മളെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സർവീസിനകത്ത് കയറിയിരുന്ന് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഞാൻ ജോസഫ് അലക്സ് ആണ്, എനിക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കൂ എന്ന രീതിയിൽ അഖില ലോക വിവരക്കേടെന്ന് പറയേണ്ട കാര്യമില്ല, അഖില ലോക അൺസഹിക്കബിൾ. കാര്യം ഇങ്ങനെ പോലുള്ള ഒരു ഈ ചൊറി സ്വഭാവമുള്ള രണ്ടിനങ്ങൾ ഇതിനെയൊന്നും സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല. കാര്യം ഇവർ സ്വയം പറയുകയാണ്, ഞാൻ മാന്യനാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ കഴിവുറ്റവനാണെന്ന്. ഇതൊന്നും പറയേണ്ടത് ഇവരല്ല. ഇവരുടെ പ്രവൃത്തി എന്തുകൊണ്ടാണോ ഇവിടെ ഇരുത്തുന്നിടത്ത്, കാര്യം എവിടെ ഇരുത്തിയാലും ഒരാൾ പ്രശ്നമാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് ചുറ്റാകെ താമസിച്ചിരുന്നവർ, ജീവിച്ചിരുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരൊക്കെയാണ് ഇവർ മികച്ചതാണോ അല്ലേ എന്ന് പറയേണ്ടത്. നിങ്ങൾ തന്നെ ആലോചിക്കുക, സർവീസിലിരുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും വലിയ ചൊറയായിട്ട് പ്രവർത്തിച്ച ജേക്കബ് തോമസ്, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പുറത്തിറങ്ങി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണ്? എന്നാൽ സർവീസിലിരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന എത്ര പേരുണ്ട്? സെൻകുമാർ, ശ്രീലേഖ, ഇവരെല്ലാം സ്വയം പ്രഖ്യാപിത മിടുക്കന്മാരാണ്. ആ മിടുക്കന്മാരാണെന്ന് അവരും പറയും, അവരുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന കുറേ ഫാൻസുകാരും പറയും. അതിന് 2-3 കാര്യങ്ങളുണ്ട്. അത് ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ചില പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിപ്പോൾ ഏതെങ്കിലും പിന്നോക്ക ജാതിയിലെ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതേ കാര്യങ്ങൾ സർവീസിലിരുന്ന് കാണിച്ചാൽ അവനെക്കുറിച്ച് പറയുന്ന വാചകങ്ങൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവർ തമ്മിൽ ഇന്നലെ ഒരു ചർച്ചയ്ക്കിരുന്ന സന്ദർഭത്തിലുള്ള ആ പരസ്പര ചൊറി എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണാം. കാര്യം മിടുക്കനും മിടുക്കികളെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്നവരാണ്. അവർ ഒരു വേദിയിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കി. ഞാൻ ചോദിച്ചത്, സാധാരണഗതിയിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് വരുമ്പോൾ അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകളാണ്. മറുപടിയും ചോദ്യവും ഒക്കെ നിങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങ് പതിവ് വിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നിരിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലെടുക്കുന്ന ഒരു തീരുമാനമായിരിക്കും. ഒരു സെക്കൻഡ് ഇതിപ്പോ താങ്കൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്കൊരു കുറ്റപത്രം തരികയാണോ? ഞാൻ എന്നെ കാണാൻ വന്ന മാധ്യമങ്ങളോട് ഞാൻ ഇന്ററാക്ട് ചെയ്യും. അവിടെ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയും. എനിക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനായിട്ട് ആരും ശ്രമിക്കേണ്ട, അതിന് സാധിക്കില്ല. എന്നെ സൃഷ്ടിച്ചവർക്ക് പോലും സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഒരു മാധ്യമം എനിക്ക് അതിർവരമ്പ് സൃഷ്ടിക്കുന്നത്? നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചോളൂ. എനിക്ക് ആരെയും ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഇത്രയേ ഉള്ളൂ. താങ്കളുടെ ചോദ്യം എന്താണ്? എന്റെ സസ്പെൻഷനെ സംബന്ധിച്ചാണോ ചോദിക്കുന്നത്? അത് ഞാനും ഗവൺമെന്റും തമ്മിലുള്ളൊരു വിഷയമാണ്. ഞാൻ സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടാവാം, ലംഘിച്ചിട്ടില്ലായിരിക്കാം. അതിന്റെ സമാധാനം ഞാൻ അവിടെ ബോധിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റി താങ്കൾക്ക് എന്തെങ്കിലും കൂടുതൽ ഞാനിവിടെ നിന്ന് ചട്ടം ഒന്നും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ചട്ടം എപ്പോൾ പാലിക്കണമെന്നും എപ്പോൾ മറികടക്കണമെന്നും എപ്പോൾ മറികടക്കണമെന്ന് നമുക്ക് അങ്ങനെ രോഷപ്രകടനത്തോടെ തുടങ്ങിയത് എന്താണെന്ന് ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയാണ്. എന്റെ ചോദ്യത്തിൽ ഒരു ദുരന്തവും ഉണ്ടായിരുന്നില്ല ശ്രീ അശോക്. എനിക്കൊരു തർക്കം ഇല്ല. എനിക്ക് ഒരു താല്പര്യം, എന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത് കാര്യങ്ങൾ അറിയാനും അറിയിക്കാനുമാണ്. രാവിലെ മുതൽ ചില ആളുകൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, താങ്കൾ ചട്ടം ലംഘിച്ചെങ്കിൽ താങ്കൾ നേരെ തല വെട്ടിക്കളയോ? ഒന്നുമില്ല. അതിന് നടപടിക്രമം കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ മെറ്റീരിയൽ ക്വസ്റ്റ്യൻ? യു കം ടു ദാറ്റ്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അങ്ങ് ചോദ്യം കേൾക്കാൻ തയ്യാറാവുന്നില്ലല്ലോ. അങ്ങ് ചോദ്യം കേട്ടിട്ട് പോലും ഇല്ലല്ലോ. പറഞ്ഞോളൂ. ഞാൻ അങ്ങേക്ക് ഒരു കുറ്റപത്രം നൽകാൻ ഉദ്ദേശിച്ചിട്ടേയില്ല. അങ്ങ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു തുറന്നടിക്കൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ചോദ്യം?
അങ്ങേക്ക് എന്തൊക്കെയോ എവിടെയാണ് തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിലേക്ക് ഞാൻ അടുത്ത ചോദ്യമായിട്ട് വരാം. ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും ചൊറി പ്ലസ് ചൊറി ഈസിക്കൽ ടു അഖില ലോക ചൊറി. അതാണ് ഞാൻ മിടുക്കിയാണ്, എൻ്റെ ചോദ്യം അങ്ങോട്ട് കേൾക്കൂ എന്ന് സ്വയം പ്രഖ്യാപിത മിടുക്കിയും സ്വയം മിടുക്കനെന്ന് പ്രഖ്യാപിച്ച് കിടക്കുന്ന അശോകന് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന, അതായത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഈ അൺസഹിക്കബിൾ, അസഹിഷ്ണുത അല്ലെങ്കിൽ ഇൻടോളറൻസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ കാര്യത്തെക്കുറിച്ചൊക്കെ, അതായത് ഇവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വീടുകളിൽ കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയുള്ള മനുഷ്യരാണെങ്കിൽ ഇപ്പോൾ ഏതൊരു സിസ്റ്റത്തെയും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരായിരിക്കും. ഇവർ അടിമകളല്ല, ഞങ്ങൾ അഭിപ്രായമുള്ളവരാണ്, ഞങ്ങൾ ചട്ടവിരുദ്ധമായി പെരുമാറില്ല എന്നാണ് പറയുന്നത്. ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ സർക്കാരുകൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളായിട്ടുള്ളവർ 5 വർഷം കൂടുമ്പോൾ മാറിപ്പോവുകയും എന്നാൽ സർവീസിൽ കയറിയതിന് ശേഷം റിട്ടയർമെൻറ്റ് കാലഘട്ടം, ആ റിട്ടയർമെൻറ്റ് കാലഘട്ടം വരെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. കാര്യം വില്ലേജ് ഓഫീസിൽ നിങ്ങൾ ചെല്ലൂ, ആ വില്ലേജ് ഓഫീസിലിരുന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ആരായിരിക്കും? ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാണോ? അല്ല, അവിടെ ഇരിക്കുന്ന എംപ്ലോയിയാണ്. അങ്ങനെ ജനങ്ങളെ ഒന്നടങ്കം സകലമാന പ്രശ്നങ്ങളിലും ജീവിത പ്രശ്നങ്ങളിൽ ചെല്ലുമ്പോൾ അവരെ നടത്തിക്കുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ അവരെ പരമാവധി ഏറ്റവും കൂടുതൽ അവരുടെ കാര്യങ്ങളെല്ലാം ചൂഷണം ചെയ്യാനോ പൈസകൾ കൊള്ളയടിക്കാനോ ശ്രമിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരാണ്. ആ ഉദ്യോഗസ്ഥർ സ്വയം പറയുകയാണ് ഞാൻ മാന്യരെന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇവരുടെ പിമ്പുകളാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഇവരെ പ്രൊമോട്ട് ചെയ്യും. കാര്യം അവരാണ് സൂപ്പർ ഹീറോസ്. കാര്യം സിനിമകളിലെ ഹീറോസുകളെല്ലാം ഇങ്ങനെയാണല്ലോ. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, രണ്ട് ചൊറകൾ എന്താണെന്ന് അവർ ഒരേ വേദിയിൽ വരുമ്പോൾ സ്വയം മിടുക്കന്മാരും മിടുക്കികളെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരൊക്കെ എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉദാഹരണം കൂടിയാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. വീട്ടിനകത്തുണ്ടാകുന്നില്ലേ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ലേ? അവിടങ്ങളിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ എന്നൊരാൾ വിചാരിക്കുന്നിടത്ത് ലീഡർഷിപ്പിൽ നിങ്ങൾ തന്നെ തലപ്പത്ത് വരുന്ന ഒരാൾ എന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ലീഡർഷിപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളോട് ഒരു കാരണവശാലും കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് പറയുന്ന ആൾക്കാർ എന്തായിട്ട് നമ്മൾ കരുതേണ്ടത്? അതാണ് ഈ ജന്തുക്കൾ. ഇവർ സ്വയം കരുതുകയാണ് ഇവരാണ് എന്തെന്ന്, ഈ നാട്ടിലെ ഏറ്റവും മിടുക്കരായിട്ടുള്ളവർ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അവർ ഒരേ വേദിയിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സ്വയം മിടുക്കരൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കൂടി ആലോചിക്കാവുന്നതാണ്.